പതിവിന് വിപരീതമായി അന്ന് അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ കാർമേഘങ്ങൾ എന്തിനെയോ കാർന്നു തിന്നാനായുള്ള മരണപ്പായ്ച്ചിലായി എനിക്കത് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും പോകാൻ തുടങ്ങി. ഞാനും അവരുടെ കൂടെ വിദ്യാലയത്തിലേക്ക് പോയി. വൈകുന്നേരം തിരികെ വന്നു. പതിവ് മുടക്കാതെ ചേട്ടൻ്റെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ ഉമ്മറപ്പടിയിൽ തന്നെ കിടന്ന് ഉറങ്ങാനും തുടങ്ങി. കിടന്നപ്പോഴാണ് അമ്മയുടെ നെഞ്ചിടിപ്പിൻ്റെ താളം എവിടെയോ തെറ്റിയതായി എനിക്ക് തോന്നിയത്. അമ്മേ, നിങ്ങളുടെ കാലുകൾ ഇടറുന്നുണ്ടോ? എൻ്റെ മനസ്സറിയാതെ ചോദിച്ചു. അമ്മയുടെ ചൂട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മാറില ചൂടേറ്റ് അമ്മയുടെ ഭംഗിയെ ആസ്വദിച്ച് ഞാൻ കിടന്നുറങ്ങി. അധികം നേരം ആ ഉറക്കം നീണ്ടു നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. എനിക്കെൻ്റെ ദേഹം അനക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ എൻ്റെ ദേഹത്തെ മണ്ണ് മാറ്റി ഞാൻ ഇറങ്ങി നോക്കി. നാടാകെ മണ്ണ് കയറി കിടക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭക്ഷണം തന്ന ആ ചേട്ടനെ ഞാൻ തിരയാൻ തുടങ്ങി. എനിക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, മണ്ണിലെങ്ങും മനുഷ്യൻ്റെ മണം